ഇന്നലെയുടെ താരങ്ങളിലേക്ക്. ഓർക്കുന്നുണ്ടാവില്ല ഇന്നത്തെ സംഗീത പ്രേമികളായ മലയാളികൾ ഈ പാട്ടുകാരനെ. കേരളക്കരയാകെ കാലങ്ങളോളം പാടി നടന്ന ഈ ഗായകനെ ഓർമ്മിക്കുക മാത്രമല്ല, സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്നലത്തെ തലമുറ. പക്ഷേ ഇന്നത്തെ തലമുറയോ പലർക്കും അറിയില്ല ഇന്നലത്തെ ഈ താരത്തെ. ഉത്സവപ്പറമ്പുകളുടെ ഹരമായിരുന്ന ഇടവ ബഷീർ എന്ന ഗായകനെ പാടി മതിവരാത്ത ആ പാട്ടുകാരൻ ഇവിടെ ഇപ്പോഴുമുണ്ട്. ആയിരക്കണക്കിന് വേദികളിലായി ജനലക്ഷങ്ങളെ തന്റെ മാന്ത്രിക ശബ്ദം കൊണ്ട് വിസ്മയിപ്പിച്ച ബഷീർ പാടുകയാണ് ഇന്നും പ്രിയ ഗാനങ്ങൾ. ഞാൻ ജനിച്ചു വളർന്നത് ഇടവ എന്ന ഗ്രാമത്തിലാണ്. പക്ഷേ ആ ഗ്രാമത്തിൽ ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ, പണ്ട് മുതലേ അവിടെ ഉള്ള ആൾക്കാർ സിലോണിലും സിംഗപ്പൂരിലൊക്കെ പോയിട്ട് ആ സ്ഥലം കുറച്ച് ആൾക്കാർക്ക് അവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരാനും ഉള്ളയൊക്കെ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് ഈ റെക്കോർഡ് പ്ലെയറും അതൊക്കെ അന്നത്തെ കാലത്ത് വളരെ അപൂർവമായിരുന്നു. സിംഗപ്പൂരിൽ നിന്നെല്ലാം അവിടെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലും ഫാദർ സിംഗപ്പൂരിലായിരുന്നു. അങ്ങനെ അവിടെ കൊണ്ടുവന്ന് എനിക്കിത് ഈ അന്ന് 78 ഡിസ്ക്കാണ് ഈ റെക്കോർഡ് പ്ലെയറിലിടുന്നത്. അന്ന് അത്ര ആധുനികമായിട്ടൊന്നുമില്ല, ഈ അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻസുകളൊക്കെ അന്നുള്ളായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ യേശുദാസിൻ്റെയും മുഹമ്മദ് റാഫിയുടെയും അങ്ങനെയുള്ള പാട്ടുകളൊക്കെ അന്ന് ഞാൻ കൂടെ ഒക്കെ പാടി വളരെ അതിൽ ടാലൻ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീട്ടുകാരെല്ലാം കൂടെ എനിക്ക് പ്രോത്സാഹനങ്ങൾ തന്നതാണ്. പിന്നെ മ്യൂസിക് കോളേജിലൊക്കെ പഠിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായത്. അന്ന് റേഡിയോ പോലും പല വീട്ടുകളിലും ഇല്ലാത്ത കാലഘട്ടമാണ്. ഒരു പാട്ട് നമുക്ക് റേഡിയോയിൽ കേൾക്കണമെങ്കിലും അടുത്ത വീട്ടിൽ പോയി കേൾക്കേണ്ട ഒരു സാഹചര്യമുള്ള കാലഘട്ടമായിരുന്നു അന്ന്. അപ്പോൾ അന്ന് ഇടവായെ സംബന്ധിച്ച് മിക്ക വീട്ടുകളിലും റേഡിയോയും ഇതുപോലുള്ള റെക്കോർഡ് പ്ലെയറും ഒക്കെ ഉള്ള ഒരു കാലഘട്ടമായിരുന്നു അന്ന് എൻ്റെ കുട്ടിക്കാലത്ത്. അന്ന് എനിക്ക് സ്പോർട്സിലും താല്പര്യമുണ്ടായിരുന്നു. സ്പോർട്സിലും ഞാൻ കുറച്ച് പിന്നെ അതിൻ്റെ ഇതിലൊക്കെ വന്നു. അതിനുശേഷം ഞാൻ പിന്നെ കൊല്ലം ക്രിസ്തുരായ ഹൈസ്കൂൾ വിദ്യാഭ്യാസം അവിടെ ആയിരുന്നു എൻ്റെ. അവിടെയും ഞാൻ ഈ മ്യൂസിക്കിൽ വളരെ ഇതൊക്കെ ആയിരുന്നു. അവിടെ ഒരുപാട് പ്രൈസ് കിട്ടി. പിന്നെ SSLCക്ക് പഠിക്കുന്ന കാലത്ത് ഞാനൊരു സീനിയർ ചാമ്പ്യനായിട്ട് സ്പോർട്സിൻ്റെ ചാമ്പ്യനാവാനുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ അത് കഴിഞ്ഞാണ് ഞാൻ മ്യൂസിക് കോളേജിലോട്ട് പോകുന്നത്. എന്നും എപ്പോഴും പാട്ടിനെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ബഷീർ. സംഗീതത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ ഒപ്പം ചേർന്ന് നിന്ന മറ്റു വാസനകളെ കൈവിട്ട് കളയുകയായിരുന്നു ഇദ്ദേഹം. ഇടവ എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ജന്മവാസനയായി കിട്ടിയ സംഗീതത്തിന്റെ കൈപിടിച്ചു നടന്ന് മലയാളികൾ ഉള്ളിടത്തെല്ലാം അറിയപ്പെടുന്ന പാട്ടുകാരനായി ബഷീർ. ക്ലാസിക്കൽ മ്യൂസിക് അഭ്യസിക്കുന്നത് കോടമ്പള്ളി ഗോപാലപിള്ള എന്നുള്ളൊരു വലിയൊരു സംഗീതജ്ഞനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു. കുറേ നാൾ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചു. പിന്നെ അതിന് ശേഷം മ്യൂസിക് കോളേജിൽ പോയപ്പോൾ രത്നാകരൻ ഭാഗവർ, വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യം, പിന്നെ ഇവരെ വീട്ടിലൊക്കെ പോയി ഞാൻ ഈ കോളേജ് പഠിക്കുന്ന കാലത്ത് പോയി ട്യൂഷൻ ചെയ്യുമായിരുന്നു. അവരെ ശിഷ്യഗണത്തിൽ വരാൻ സാധിച്ചുള്ളൊരു സന്തോഷമാണ്. നല്ല ഗായകരായിരുന്നു അവർ. ഗാനഭൂഷണം കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ ഈ പിന്നെ സംഗീതാലയം എന്നും പറഞ്ഞൊരു ഗാനമേള ട്രൂപ്പ് വർക്കല ഞങ്ങൾ രൂപീകരിച്ച്. വർക്കല അന്ന് ദാസേട്ടൻ, യേശുദാസ് അവിടെ വന്നു ഞങ്ങളുടെ പ്രോഗ്രാമൊക്കെ ഉദ്ഘാടനം ചെയ്തു. അന്ന് ഞങ്ങളും ഇരുന്നൊക്കെ പാടുമായിരുന്നു. ഇരുന്ന് ഇങ്ങനെ ഒരു ചെറിയ ഡയറിയൊക്കെ വെച്ച് ഇങ്ങനെ മൈക്കൊക്കെ വെച്ച് പാടും. അന്ന് 2 മൈക്കേ കിട്ടൂ. ഒന്ന് പാടാനും
വേറെ തബലയ്ക്കോ എല്ലാവരും മൈക്കൂടെ വെച്ചേക്കും. ഈ ഇൻസ്ട്രുമെൻസുകളെല്ലാം ഈ മൈക്കിൽ കൂടെ വേണം ക്യാച്ച് ചെയ്ത് പോകണം. അങ്ങനെ ഇരിക്കെ ഞാൻ മ്യൂസിക് കോളേജിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് സിംഗപ്പൂരിൽ ഫാദർ സിംഗപ്പൂരിലായിരുന്നു. അവിടെ പോകാനുള്ള ഒരു അവസരം കിട്ടി. അവിടെ നിന്ന് ഞങ്ങളുടെ ഒരു മാമനുണ്ട്, ഒരു KMS ഹമീദ്, ഇടവയിലുള്ളതാണ്. അപ്പോൾ അദ്ദേഹം എനിക്ക് ആദ്യമായിട്ടൊരു അക്കോർഡിയൻ, സ്കാൻഡ്ലിയുടെ ഒരു അക്കോർഡിയൻ വാങ്ങിച്ചു തന്നു. അന്ന് ഇതിവിടെ കൊണ്ടുവന്നപ്പം അപൂർവമാണ് ഈ സാധനം, അങ്ങനെ ആർക്കും ഇല്ല. നേരത്തെ പറഞ്ഞ പോലെ ഈ ഹാർമോണിയവും പിന്നെ തബലയും പിന്നെ ഞങ്ങൾ ചെറിയ ചെറിയ ഇൻസ്ട്രുമെൻസൊക്കെ വെച്ചുള്ള പ്രോഗ്രാംസ് നടക്കുന്ന കാലഘട്ടമാണ്. പിന്നെ ഇത് വന്നപ്പം പിന്നെ ആൾക്ക് ഇത് വെച്ച് കുറേ പ്രോഗ്രാംസ് നടത്തി.